ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരത്തിലും മനുഷ്യനുണ്ടാക്കിയപ്പോൾ ഈ ഭൂമിയിൽ ദൈവത്തെ പ്രതിനിധീകരിക്കാൻ മനുഷ്യനെ നിയോഗിച്ചു. ദൈവഹിതം നിറവേറ്റുക എന്നത് ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. പക്ഷേ പാപം കാരണം അവൻ ദൈവത്തിൻ്റെ ശത്രുവായി തീർന്നു. മനുഷ്യരാശിയെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചത്. പിതാവായ ദൈവത്തിൻ്റെ ഹിതം തൻ്റെ ജീവിതത്തിലും വചനപ്രഘോഷണത്തിലും പ്രവൃത്തിയിലും നിറവേറ്റിക്കൊണ്ടുപോകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ശിക്ഷ യേശുക്രിസ്തു സ്വയം ഏറ്റെടുത്ത് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു. മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള തൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് പിതാവാൻ ദൈവത്തോടിങ്ങനെ പറഞ്ഞു: എൻ്റെ ഹിതമല്ല, നിൻ്റെ ഹിതം തന്നെ നിറവേറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും, പാപമോചനം പ്രാപിക്കുന്നു. രക്ഷിക്കപ്പെട്ട് ദൈവപൈതലായി തീരുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ.